മനുഷ്യൻ്റെ കാലത്ത് അവിടെ ഉള്ളിൽ അവശേഷിപ്പിച്ചത് എന്താണ്? ഈശോയെക്കുറിച്ചുള്ള ഒരു വിശ്വാസം. ചിലപ്പോൾ നിങ്ങൾക്ക് ദൈവസ്നേഹമായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ ദാനധർമ്മമായിരിക്കും. ഞാൻ ഇവിടെ രാവിലെ അച്ഛൻ ധ്യാനം നടത്തുന്ന സമയത്ത് ഞാൻ പെട്ടെന്നൊന്നും തൂങ്ങിപ്പോയി. അപ്പോൾ ഞാൻ തൂങ്ങിയപ്പോൾ എനിക്ക് ചെറിയ ബുദ്ധിമുട്ട് തോന്നിയില്ലേ? അപ്പോൾ ജോമൾ എന്നെ വിളിച്ചെഴുന്നേൽപ്പിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ബൈബിൾ എടുത്ത് നോക്കിയപ്പോൾ പ്രഭാഷകനാണ് കിടക്കണത്. എനിക്ക് കിട്ടിയ വചനം ഇതാണ്: ദാനധർമ്മം ചെയ്യുന്നവൻ പാപത്തിൽ നിന്ന് മോചനം നേടിയിരിക്കുന്നുവെന്നാണ്. പ്രഭാഷകൻ 3:30. 3:30. ഓക്കെ. ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ. പറഞ്ഞ ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. അതായത് അപ്പം ഞാൻ ഓർത്ത്, ദൈവമേ, ഉടമ്പടിയിൽ എന്തുമാത്രം മനുഷ്യരാണ് ദാനധർമ്മങ്ങൾ ചെയ്യുന്നത്. നോൻപ് കാലത്ത് ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷേ എപ്പോഴും നമ്മൾ ആ ദാനധർമ്മത്തിൻ്റെ ഒരു രഹസ്യാത്മകത ഉണ്ട്. അതുപോലെ തന്നെ അത് കൊടുക്കുന്ന അർഹതപ്പെട്ട ആളായിരിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. എങ്കിലും ഈ നോൻപ് കാലത്തിൻ്റെ അരൂപി നിങ്ങളുടെ ഉടമ്പടിയെ, സാധാരണ കാലത്തെ ഉടമ്പടിയേക്കാളും നോൻപ് കാലത്തെ ഉടമ്പടിയെ ജ്വലിപ്പിക്കാനുള്ള സാധ്യത അതായത് ഒരു മനുഷ്യന് ദൈവാനുഗ്രഹം നിറയേണ്ട ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധയോടെയും അർത്ഥവത്തായിട്ടും ചെയ്യാൻ പറ്റിയ ഒരു അനുയോജ്യമായൊരു കാലമാണ് നോൻപ് കാലം. പാപം ചെയ്തിട്ട് പിന്നെ ദാനധർമ്മം ചെയ്യാം, പാപം ചെയ്തിട്ട് പിന്നെ ദാനധർമ്മം ചെയ്യാം, പരിഹാരമാകുമ്പോൾ എന്നല്ല. ഇപ്പം പേപ്പട്ടി കടിച്ചാൽ തോക്കാട് ഇപ്പം ഞങ്ങളുടെ കപ്പേരുടെ പൂച്ച കടിച്ചത് ഈ അൽത്താറെ അങ്ങനെ പൂച്ച കൈകൊണ്ട് ഓടിക്കാൻ പോയി, വല്ല പരിപാടി കണ്ട ആ പൂച്ച കയറി മാന്തി. ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് 14 കുത്തെടുക്കണം, പൂച്ച കടിച്ചാലും പട്ടി കടിച്ചാലും 14 കുത്തെടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്നെടുത്താൽ മതി പറഞ്ഞു. കപ്പേൻ്റെ അടുത്ത് കപ്പേരോടെ ചെന്ന് പറഞ്ഞ് 14 കുത്ത് കത്തണമെന്ന് പറഞ്ഞു. ആ പൂച്ച കാരണം പൂച്ചക്ക് ആപ്പോഴേ 4 നഖവേ ഉള്ളു, കപ്പേന് 14 കുത്തും. എൻ്റെ അടുത്ത് പറഞ്ഞ് 14 കുത്ത് കുത്തിയെന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ 14 കുത്ത് ഈ പൂച്ച കടിച്ചാലും പേപ്പട്ടി കടിച്ചാലും മരുന്നുണ്ട്, 14 കുത്ത് വെച്ചാൽ മതിയെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങളെ പൂച്ചയെക്കൊണ്ട് പിന്നെ കടുപ്പിക്കുക, പിന്നെയും പൂച്ചയെ കൊണ്ട് മാന്തിക്കുക? ഇല്ല, ആ ബിസിനസ് അവസാനിപ്പിക്കും. പാപത്തിന് ദാനധർമ്മം പരിധിവിധിയാണെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ആരെങ്കിലും പാപം ചെയ്യുക? ഇല്ല. ഇപ്പം നോൻപ് കാലം പാപം അവസാനിപ്പിക്കേണ്ട ഒരു കാലമാണ്. പാപ സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറേണ്ട ഒരു കാലമാണ്. വിശുദ്ധിയോടെ ജീവിക്കുമ്പോൾ മറ്റുള്ളവരെങ്ങനെ ജീവിക്കുന്നു എന്നല്ല, ദൈവത്തെ അറിഞ്ഞ നിന്നോടാണ് അക്കൗണ്ടബിൾ ആകണത്. കാര്യം നിനക്ക് അനുതാപം ആവശ്യമുണ്ട്, അവസരവുമുണ്ട്, ഇല്ലേ? ഇനി അനുതാപം ആവശ്യമുണ്ട്, അവസരമില്ലാത്ത ഒത്തിരി പേരുണ്ട്. അവരുടെ കാര്യം ദൈവം സംസാരിക്കണില്ല. അവർ പണ്ടേ ദൈവത്തിൻ്റെ മുക്കിൽ നിന്ന് പോയ ആൾക്കാരാണ്. അവർ പറഞ്ഞാൽ നീ കേൾക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായല്ലേ? എഴുന്നേൽക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, രോഗസൗഖ്യ പ്രാർത്ഥനയോട് പ്രവേശിക്കുകയാണ്. വളരെ ഹൃദ്യതയോടുകൂടി ഈശോ നമ്മോട് സംസാരിച്ച ഒരു ദിവസമാണ്. നമ്മുടെ ജീവിതത്തെയും നോൻപ് കാലത്തെയും കണക്കിലെടുത്തുകൊണ്ട് കർത്താവ് നമുക്ക് ഉപദേശം നൽകിയത് അനുതാപത്തിൻ്റെ അവസരത്തിനൊത്ത് നിങ്ങൾ ഉയർന്ന് ദൈവത്തിൻ്റെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ച് സ്വർഗം സന്തോഷിക്കേണ്ട ഒരു കാലമാണിത്. കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. ഈശോ നിൻ്റെ തിരുമുറിവാകുന്ന വലത് കരം, ആണിപ്പെടുതാടുന്ന അത്ഭുത കരം ഓരോ മകൻ്റെ മേലും ഓരോ മകളുടെ മേലും വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണ നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ. കർത്താവിൻ്റെ വിശുദ്ധ രക്തം നിങ്ങൾക്ക് തളിക്കപ്പെടട്ടെ. ശ്രദ്ധിക്കട്ടെ, കർത്താവിൻ്റെ വിശുദ്ധ രക്തം നിങ്ങൾക്ക് തളിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ വിശുദ്ധ രക്തം നിങ്ങൾക്ക് തളിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ വിശുദ്ധ രക്തം ഉച്ച മുതൽ ഉള്ളംകാല് വരെ. കർത്താവിൻ്റെ വിശുദ്ധ രക്തം നിങ്ങൾക്ക് തളിക്കപ്പെടട്ടെ. ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം നിങ്ങൾക്ക് തളിക്കപ്പെടട്ടെ. ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടർന്നിറങ്ങട്ടെ. മാർഗരോഗങ്ങൾ, തീരാവ്യാധികൾ, ജീവിത ദുരിതങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ.
പിൻകഴുത്തിലെ വേദന, സ്പോണ്ടിലോസിസ്. കർത്താവ് പിൻകഴുത്തിൽ മുഴ പോലെ ഇരിക്കുന്ന സ്ത്രീയെ കർത്താവ് സുഖപ്പെടുന്നത് കാണിക്കുന്നുണ്ട്. കർത്താവിൻ്റെ കരുണ ചൊരിയണമേ. കർത്താവിൻ്റെ ശക്തി ആന്തരിക അവയവങ്ങൾ ഓപ്പറേഷന് വേണ്ടി നിശ്ചയിച്ച രോഗികൾ അവരുടെ ഓപ്പറേഷൻ മാറ്റിവെക്കുന്നതായിട്ടും വേണ്ടെന്ന് പറയുന്നതായിട്ടും ഈശോ കാണിക്കുന്നുണ്ട്. 8 പേരെ കാണിക്കുന്നുണ്ട്. അങ്ങനെ 8 പേരെ കാണിക്കുന്നുണ്ട്. കർത്താവ് തളർന്നുപോയ കൈകൾ, ബ്ലോക്കായിട്ടുള്ള ശ്വാസകോശങ്ങൾ, കർത്താവ് പതിര, ചുരുങ്ങുന്ന പതിര, വലുതാകുന്ന ഷ്രിങ്ക് ചെയ്യുന്ന കിഡ്നികൾ, ചെറുതാകുന്ന കിഡ്നികൾ, ചെറുതാകുന്ന ശ്വാസകോശങ്ങൾ, കർത്താവ് ശരീരത്തിലെ ബ്ലോക്കുകൾ, സിസ്റ്റുകൾ, കർത്താവ് തലച്ചോറിൻ്റെ ബ്ലോക്കുകൾ, കർത്താവ് അങ്ങനെ തിരുസരി സാധിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ 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 സ്പർശിക്കണമേ കർത്താവ്. മാർഗരോഗങ്ങൾ, ആന്തരിക അവയവങ്ങൾ, അസുഖങ്ങൾ, സോറിയാസിന്റെ അസുഖങ്ങൾ, കർത്താവ് 2 പേര് കർത്താവ് മരണക്കിടക്കയിൽ നിന്ന് കർത്താവ് അങ്ങ് സംരക്ഷിക്കുന്ന നന്ദി പറഞ്ഞ കർത്താവ്. തൊണ്ടയിലെ അസുഖങ്ങൾ, തൈറോയ്ഡ് രോഗങ്ങൾ, ടോൺസിൽ രോഗങ്ങൾ, തൊണ്ടയിലെ ക്യാൻസർ കർത്താവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. തൊണ്ടയിലെ ക്യാൻസർ, തൈറോയ്ഡ് രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, ഉദരരോഗങ്ങൾ, ഉദരത്തിൽ കല്ലുപോലെ രോഗങ്ങൾ, മൂത്രാശയ രോഗങ്ങൾ, ഗർഭാശയ രോഗങ്ങൾ, അൾസർ രോഗങ്ങൾ യേശുവിൻ്റെ പരിശുദ്ധ രക്തത്താലും യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. ആവശ്യമുള്ളവർക്ക് അവസരമുള്ളവരുണ്ട്, അവസരമില്ലാത്തവരുണ്ട്. ഇതെല്ലാം കർത്താവ് തിരിച്ചതി അടുത്തറിയുന്നതുകൊണ്ടാണ് നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് തന്നെ അനുതാപത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴേ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങൾ, ഒത്തിരിയേറെ മക്കൾ ഭൗതികമായ സാഹചര്യത്തിൽ ഞെരുങ്ങുന്നവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, ജപ്തി നടപടി നേരിടാൻ പോകുന്നവരുണ്ട്, ലേലത്തിൽ വസ്തുക്കൾ വെച്ചു പോയവരുണ്ട്, കർത്താവ് വിദേശങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിച്ചിട്ട് പോകാൻ പറ്റാതെ തോറ്റുപോയവരുണ്ട്, പരീക്ഷയ്ക്ക് പണം കൊടുത്ത് കിട്ടാത്തവരുണ്ട്, പണം കൊടുക്കാൻ ഇല്ലാത്തവരുണ്ട്, തിരിച്ചു പോരാൻ പറ്റാത്തവരുണ്ട്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകൾ. നാട്ടിൽ തൊഴിൽ അന്വേഷിക്കുന്നവരുണ്ട്, നാട്ടിൽ തൊഴിലിൻ്റെ പരീക്ഷ എഴുതിയവരുണ്ട്, അതുപോലെ തന്നെ വിവാഹ തടസ്സമുള്ളവരുണ്ട്, വിവാഹത്തിന് മക്കളില്ലാത്തവരുണ്ട്, ഭാര്യ ഭർത്താക്കന്മാർ വേർപിരിഞ്ഞ് ജീവിക്കുന്നവരുണ്ട്, ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, മക്കൾക്ക് വേണ്ടി കേസ് കൊടുത്തിരിക്കുന്നവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, സ്ഥലമില്ലാത്തവരുണ്ട്, അതുപോലെ തന്നെ ഉറഞ്ഞ വീട്ടിൽ താമസിക്കുന്നവരുണ്ട്, കലഹങ്ങളുള്ള വീടുകളുണ്ട്, അയൽവാസികൾ ഭിന്നതയുള്ള വീടുണ്ട്, കേസുള്ള വീടുകളുണ്ട്. എല്ലാ മേഖലകളിലേക്കും ദൈവത്തിൻ്റെ കരുത്ത്, ദൈവത്തിൻ്റെ കൃപ, കർത്താവിൻ്റെ വിടുതൽ പ്രാപിക്കട്ടെ. ശ്രുതിക്കട്ടെ. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അച്ഛൻ വിട്ടുപോയ വിഷയങ്ങൾ, നിങ്ങളുടെ സ്വകാര്യ വിഷയങ്ങൾ, നിങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കുന്ന വിഷയങ്ങൾ, ഉടമ്പടി ചെയ്യാൻ പോകുന്ന വിഷയങ്ങൾ ഒക്കെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോയ്ക്ക് സമർപ്പിക്കുന്ന സമയമാണ്. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെയും മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിൻ്റെ മുമ്പിൽ മാത്രം മുട്ടുകടക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. വിശ്വാസത്തെയും പ്രത്യാശയും ദൈവസ്നേഹത്തെയും ഊതിക്കത്തിക്കുവാൻ ഈശോയെ ഈ ആരാധനയിലൂടെ ഞങ്ങളുടെ മേൽ അഭിഷേകം ചെയ്യണമേ, കരുണയാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം.
പ്രിയപ്പെട്ടവരെ. തിങ്കൾ, ചൊവ്വ, ബുധൻ, വെള്ളി, ശനി ദിവസങ്ങളിലാണ് അച്ഛൻ ആൾക്കാരെ കാണുന്നത്. ഞായറാഴ്ചയും വ്യാഴാഴ്ചയും ആൾക്കാരെ കാണുന്നതല്ല. ഉള്ള പ്രത്യേകത 10ാം ക്ലാസ്സുകാരെയും +2കാരെയും കൂടി പരീക്ഷയുള്ളവരെ അച്ഛൻ കാണുന്നുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് 10ാം ക്ലാസ്സുകാരും കഴിഞ്ഞ കൊല്ലം കുറേ സങ്കടം മാതാപിതാക്കന്മാർ ഒത്തിരി സങ്കടം പറഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം അങ്ങനെ ചെയ്തത്. അച്ഛാ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എവിടെ പോകുന്നത്, ഞങ്ങൾ ഉടമ്പടി എടുത്താണ് അവർക്ക് അച്ഛനെ കാണാൻ പറ്റാതെ ഇങ്ങനെ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നമ്മൾ ഉടമ്പടി എടുത്തവർ 10ാം ക്ലാസ്സുകാർക്ക് 18 വയസ്സ് കഴിയാത്തവർക്ക് ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അവിടെ മാതാപിതാക്കന്മാർ ഉടമ്പടി എടുത്തിട്ട് മക്കളുടെ ഹോൾ ടിക്കറ്റുമായിട്ട് അവർ വരിക. നമുക്ക് ഹോൾ ടിക്കറ്റ് മതി. പിന്നെ ഉടമ്പടി എടുത്തതിൻ്റെ മാതാപിതാക്കന്മാർ ഉടമ്പടി എടുത്തതിൻ്റെ ഉടമ്പടി പേപ്പർ മതി. അത് പുതുക്കാത്തതാണെങ്കിൽ പഴയതാണെങ്കിൽ പുതുക്കിയേക്കണം, അത്രയേ ഉള്ളൂ. അവിടെ കാണിച്ചിരിക്കുമ്പോൾ ഹോൾ ടിക്കറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മക്കളുണ്ടാകണം, ഹോൾ ടിക്കറ്റ് ഉണ്ടാകണം. മക്കളെ വീട്ടിൽ ഇരുത്തിക്കൊണ്ട് അമ്മമാർ വരരുത്. പരീക്ഷ എഴുതാൻ ആരാണ് ഉള്ളത് അവരാണ് വരേണ്ടത്. അവരുടെ കയ്യിൽ +2ൻ്റെയും അതുപോലെ തന്നെ SLCയുടെയും ഹോൾ ടിക്കറ്റുകൾ ഉണ്ടാകണം. ഇപ്പോൾ ഒരു വീട്ടിൽ 2 കുഞ്ഞുങ്ങളുണ്ടെന്ന് വിചാരിച്ചാൽ, ചേട്ടത്തി അനിയത്തിയുണ്ട്, അല്ലെങ്കിൽ ഇരട്ടകളാണ്, അപ്പോൾ ഒരെണ്ണം മതി, ഒരു ഉടമ്പടി പേപ്പർ മതി. അങ്ങനെ കാണുന്നുണ്ട്. അവർക്ക് അച്ഛൻ കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഒന്ന് അവിടെ ഒത്തിരി ഓർമ്മശക്തിയും തെളിച്ച് കിട്ടാൻ വേണ്ടി ശൈത്യപൂശി പ്രാർത്ഥിക്കും, കയ്യൊപ്പ് പ്രാർത്ഥന നടത്തും. പിന്നെ പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള കാശ് രൂപം കൊടുക്കും. അതൊക്കെ ഇത് ഞാൻ ഇപ്പം ഇങ്ങനെ പറഞ്ഞാൽ ഈ മക്കളെ അയക്കുമ്പോൾ അവിടെ പൂർണ്ണ ആധ്യാത്മിക ഉത്തരവാദിത്തം മാതാപിതാക്കന്മാർ എടുക്കണം. അല്ലാതെ നിങ്ങൾ അവരെ മുന്നിൽ തള്ളി വിട്ട് അച്ഛനെ കയ്യൊപ്പം മേടിച്ചതെന്ന് പറഞ്ഞിട്ട് നാളെ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു പുകഴ്ചയില്ലെങ്കിൽ ഞാൻ നിങ്ങളെ കുറ്റം പറയത്തുള്ളൂ. കാരണം നിങ്ങൾ അവർ പ്രത്യക്ഷയുടെ പ്രാർത്ഥന ചെല്ലാൻ കൂടെ ഇരുത്തിയില്ല. നിങ്ങൾ പഠിച്ചോ അമ്മ പഠിച്ചോ, അമ്മ ചൊല്ലിക്കൊള്ളാം എന്ന് പറയും. നിങ്ങൾ മലയാളികളുടെ അമ്മമാരല്ലേ, മക്കളെ കൊണ്ടൊന്നും ജീവിക്കത്തില്ല. അപ്പം മക്കൾ പറയും നിങ്ങൾ മക്കൾ പഠിച്ചോ അമ്മ ചൊല്ലിക്കൊള്ളാം എന്ന് പറയാം. അങ്ങനെയല്ല, മക്കളെ കൊണ്ട് തന്നെ ചൊല്ലിക്കണം. പ്രത്യക്ഷ പ്രാർത്ഥന, രോഗികളെ പോയി കാണുന്നതും അവരുടെ സമയത്ത് അവരെ കൊണ്ട് കാണിക്കണം. പത്രം അവരെ കൊണ്ട് കൊടുപ്പിക്കണം. അല്ല നിങ്ങൾ അവർക്ക് വേണ്ടി ചേർക്കരുത്. ചില അമ്മമാർ മക്കളെ കെട്ടിക്കാൻ വേണ്ടി വരുമ്പോൾ പള്ളി വരുമ്പോൾ എനിക്ക് ചിരി വരും. എന്ത് സംഭവം അറിയാമോ? അവർ ഉടുത്തില്ലെങ്കിൽ ബ്യൂട്ടി പാർലറിൽ നിന്ന് മക്കൾ വന്ന് ഇറങ്ങും, മറ്റേ ചെണ്ടൊക്കെ പിടിച്ച്. പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ചെണ്ടെടുത്ത് അമ്മ പിടിക്കും. പോരെ, ചെണ്ടുണ്ടാവുക പിടിക്കണത്, അത് അമ്മ പിടിച്ചുകൊണ്ട് വരും. അപ്പം നമുക്കൊന്ന് സംശയം, ആരാണ് മണവാട്ടിയെന്ന് സംശയം ഉണ്ടാകും. എന്ത് ചെയ്യാനാണ്, അമ്മമാർ കാണിക്കണ കോപ്പറേറ്റീവരങ്ങളാണ്. അവസാനം വരെ ഇങ്ങനെ കൂടെ നിൽക്കും. അത് കാരണം എന്നാ പറ്റുക വെച്ച് കഴിഞ്ഞാൽ വെള്ളം കുടി മക്കൾ, ഇങ്ങനെ കുറേ മക്കളെ നശിപ്പിക്കുന്ന അമ്മമാരുണ്ട്. ഒരു ക്രൈസിസ് വന്നാൽ അവരെല്ലാം വീണ് പോകും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ മക്കളെ കൊണ്ട് തന്നെ ഉടമ്പടി എടുപ്പിക്കണം നിങ്ങൾ. അല്ല ഉടമ്പടിയുടെ ഉത്തരവാദിത്തം നിറവേറ്റണം. അത്ര എനിക്ക് പറയാനുള്ളത്. പിന്നെ ബാക്കിയുള്ളവരെല്ലാം പ്രൊഫഷണൽ പരീക്ഷ നിങ്ങൾക്കറിയാം, സാക്ഷ്യങ്ങളിലൊക്കെ നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഒത്തിരി ഇപ്പം ഞാനൊരു സാക്ഷ്യം പറയാൻ ഒത്തില്ല. മെറിലിൻ്റെ സാക്ഷ്യം എന്താണ് ശരിക്കും പറഞ്ഞാൽ 25,000 പേരുടെ ഖത്തർ എയർവേസിൻ്റെ ഇൻ്റർവ്യൂവിലാണ്. മെറിലിന് യാതൊരു പെർഫോമൻസും നേരത്തെ പ്രാക്ടീസ്ഡല്ല. പക്ഷേ അമ്മ നോട്ട് ബൈ മെറിറ്റിൽ അവളെ ഏറ്റെടുത്ത് ഭയങ്കര സാക്ഷ്യമാണത്. അത് ഒറ്റയടിക്ക് തന്നെ ഏതാണ്ട് ഇപ്പം 86,000 ഒരു ദിവസം അയാൾ ഇട്ടിട്ട് കത്തുന്ന സാക്ഷ്യമാണത്. അപ്പോൾ അത്രയും ടോപ്പ് സാക്ഷ്യങ്ങൾ മാതാവ് നേരിട്ട് ചെയ്യണ കാര്യങ്ങളാണിതൊക്കെ. അപ്പം നേരിട്ട് ചെയ്യുമ്പോൾ ഞാനാണിത് ചെയ്തതെന്ന് മാതാവ് പറയുകയും ചെയ്യും. അതിനുള്ള അടയാളം കാണിച്ചു കൊടുക്കും. അല്ലാതെ അഭ്യാസം മുകളിൽ നിന്ന് നൂലക്കെട്ടി ഇറങ്ങിയ അനുഗ്രഹമല്ല. അമ്മ നേരിട്ട് നിനക്ക് ചെയ്തു വേണ്ടി തന്ന ഔദാര്യമാണ്, അനുഗ്രഹമാണെന്ന് അമ്മ പറയുന്ന രീതിയിൽ അടയാളം കാണിച്ചു കൊടുക്കും. അപ്പം അത്രയും ടാഞ്ചിബിളാണ് കാര്യങ്ങൾ. അപ്പം അതുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഉടമ്പടിക്കാൻ അടയാളം കിട്ടിയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു പക്ക പോക്ക് ഇതാണ് ഞാൻ പറയത്തുള്ളൂ. കാര്യം ഇവിടെ വെറുതെ ഇന്ന് ഒരു വിശ്വാസമില്ലാത്ത ഈ ക്രിസ്ത്യൻസ് പോലും അല്ലാത്ത ആൾക്കാർ ഒറ്റയടിക്ക് വന്ന ഉടമ്പടിയുടെ വലിയ സാക്ഷ്യങ്ങൾ പറയുമ്പോൾ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതുവരെ അടയാളം കിട്ടുമെന്ന് പറയുമ്പോൾ അവർക്ക് കാര്യമായ എന്ത് തകരാറുണ്ട്. അതാണ് അപ്പം നിങ്ങളുടെ കാര്യമായ തകരാറ് എന്താണെന്ന് നിങ്ങൾ നോക്കണം. നിങ്ങൾ അവശേഷിപ്പിക്കുന്നതിനെ ഊതിക്കത്തിക്കുക തന്നെ ചെയ്യണം. എന്നിട്ട് നിനക്ക് ഈ വിഷയത്തെ നിങ്ങൾ അതിജീവിക്കാൻ നോക്കണമെന്നാണ് ഇന്ന് വചനത്തിലൂടെ ഈശോ പറഞ്ഞത്. ഓക്കെ, ദാറ്റ് ഇസ് എ ക്ലിയർ. നമ്മൾ ആ സമാപന ആശീർവാദം മേടിക്കാൻ പോവുകയാണ്.